നമസ്കാരം. രാജ്യത്തിന്റെ ഭരണം ആർക്ക് നൽകണം എന്ന് നിർണയിച്ചുകൊണ്ടുള്ള വിധിയെഴുത്തിന്റെ ആദ്യ പകുതി നാളത്തെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 93 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി 190 സീറ്റുകളിൽ ഇതിനോടകം തന്നെ വിധിയെഴുത്ത് നടന്നു കഴിഞ്ഞു. ചൊവ്വാഴ്ചത്തെ, അതായത് നാളത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പോടുകൂടി 284 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ആകെ 543 സീറ്റുകളിൽ 259 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് വിധി നിർണയം അത് അടുത്ത 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുകയും ചെയ്യും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 93 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. നേരത്തെ മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അനന്ത്നാഗ് രജൌരിയിലെ പോളിംഗ് 6ാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിലെ ബേതുൽ ലോക്സഭാ സീറ്റിലെ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിൽ നിന്ന് 3ാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശ് തന്നെയാണ്. നമുക്കറിയാം, ഗുജറാത്തിൽ മുഴുവൻ സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം എന്ന നിലയിൽ ഉത്തർപ്രദേശിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. പക്ഷേ നാളെ 10 സീറ്റുകളിൽ മാത്രമേ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുള്ളൂ. ഈ 10 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സംഭാലും, ഹത്രാസും, ആഗ്രയും, ഫത്തേപൂർ സിക്രിയും, ഫിറോസാബാദും, മെയിൻപുരിയും, ഇറ്റായും, ബദൌണും, ബറേലിയും, ഓൺല എന്നീ സീറ്റുകളാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ഇതിൽ 8 സീറ്റുകളും BJP സ്വന്തമാക്കിയിരുന്നു. 2 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയായിരുന്നു വിജയിച്ചിരുന്നത്. മെയിൻപുരിയും സംഭാലും സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമായി വിധിയെഴുത്ത് നടത്തിയിരുന്നു 2019. എന്തായാലും ഇക്കുറി ഈ 10 സീറ്റുകൾ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിന് വ്യക്തമായ കാരണം കൂടിയുണ്ട്. കാരണം ഡിംപിൾ യാദവ്, അക്ഷയ് യാദവ്, ആദിത്യ യാദവ് എന്നിവർ മെയിൻപുരി, ഫിറോസാബാദ്, ബദൌൺ എന്നിവിടങ്ങളിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് മുലായം കുടുംബത്തിൽ നിന്നും ഏറ്റവും അധികം ആളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 5 പേരാണ്. അഖിലേഷ് യാദവും ഡിംപിൾ യാദവും ഉൾപ്പെടെ 5 പേരാണ് മുലായം സിംഗിന്റെ കുടുംബത്തിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് ഗോദയിലുള്ളത്. മാത്രമല്ല, ഈ 10 സീറ്റുകളിൽ ജാതി സമവാക്യങ്ങൾ വളരെ ശക്തമാണ്. കാരണം യാദവർ, ലോധുകൾ, മുറാവ സമുദായങ്ങൾ എന്നിവരുൾപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ ഈ ജാതി സെൻസസും മറ്റും ഇടക്കാലത്ത് വലിയ ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മുസ്ലിം ജാട്ട് വിഭാഗങ്ങൾക്ക് മേൽക്കൈയുണ്ട് ഈ 10 സീറ്റുകളിൽ. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ അനുകൂലമായി വരും എന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി അവിടെ കാര്യമായ നേട്ടം കൊയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ 3ാം ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിക്ക് തന്നെയാണ് 10 സീറ്റുകളിൽ മേൽക്കൈ നേടാനുള്ള സാധ്യത എന്നുകൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ ഇക്കുറി 75 സീറ്റുകളെങ്കിലും നേടുക എന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. കഴിഞ്ഞ തവണ അവരവിടെ 64 സീറ്റുകളായിരുന്നു നേടിയിരുന്നത്. ഇത്തവണ 75 എന്നുള്ള വലിയ ലക്ഷ്യമാണ് BJPക്ക് മുന്നിലുള്ളത്. എന്തായാലും ഈ 3ാം ഘട്ടത്തിൽ വിധിയെഴുതാൻ പോകുന്ന 10 മണ്ഡലങ്ങൾ അത് വളരെ നിർണായകമാണ്. ജാതി സമവാക്യങ്ങൾ ഏറെയുള്ള, അല്ലെങ്കിൽ മുലായം കുടുംബത്തിന് കുറച്ചധികം സ്വാധീനമുള്ള മേഖലകളിലൊക്കെ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ മത്സര രംഗത്തേക്ക് എത്തുന്നുണ്ട്. ഇത് സമാജ്വാദി പാർട്ടിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഘട്ടവും നാളെ നടക്കാൻ പോകുന്ന 3ാം ഘട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.